നമസ്കാരം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വിമർശനം ഉന്നയിച്ച KSUവിനെ നാണം കെടുത്തിയ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. വി.ഡി. സതീശൻ പറഞ്ഞത് പ്ലീഡർ നിയമനത്തിൽ അഭിപ്രായം പറയാൻ ആരാണ് KSU എന്നായിരുന്നു. അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ വെച്ച് KSUവിനെ തൊലിയുരിഞ്ഞ് നാണം കെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ KSU എന്ന് പറയുന്നത് UDFന്റെ അതായത് കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയും UDFനെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടിയും ഒക്കെ തെരുവിൽ വലിയ രീതിയിൽ തന്നെ സമര മുഖം തീർത്ത പോർമുഖങ്ങൾ തീർത്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് ഇപ്പൊ പാലം കടന്ന ശേഷം കസേരയിൽ ഇരുന്ന ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ KSU എന്ന് കേൾക്കുമ്പോൾ ഒരു വിമ്മിഷ്ടം, ഒരു KSU എന്ന് കേൾക്കാൻ നേരത്തെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോ ഈ പ്ലീഡർ നിയമനത്തിൽ ഒരു സംഘപരിവാറുകാരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കുമ്പോഴേ അങ്ങനെയൊന്നും വിമർശിക്കാൻ പാടില്ല, ഈ റാസാവിനെ ആരും അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന ഒരു അഹങ്കാരം കാണിക്കുകയാണ് വി.ഡി. സതീശൻ. പക്ഷേ വി.ഡി. സതീശന്റെ അഹങ്കാരത്തിന് വലിയ രീതിയിലുള്ള ഒരു വിലയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. നിരവധി ആളുകൾ, നിരവധി നേതാക്കൾ ഇപ്പോൾ വി.ഡി. സതീശനെതിരെ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ വിഷയത്തിലൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുമ്പോൾ വിമർശനം ഉന്നയിച്ച ആ പാർട്ടിയുടെ ആ വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷനെ അടച്ചാക്ഷേപിക്കുമ്പോഴൊക്കെ മറ്റു വിദ്യാർത്ഥി സംഘടനയിലെ ആളുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ SFI സ്വീകരിക്കുന്ന നിലപാട് മാതൃകാപരമായിട്ടുള്ള നിലപാടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. SFIയുടെ നേതാവ് ശിവപ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ ദിവസം ഈ തേവര കോളേജില് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരുന്ന കാഴ്ച എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ പറയുന്ന അലോഷ്യസ് സേവ്യറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നത്. ആ ചടങ്ങിൽ KSUവിന്റെ അധ്യക്ഷനൊന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല വി.ഡി. സതീശൻ എന്നുള്ളതാണ്. ആരാണ് ഈ അലോഷ്യസ് സേവ്യർ? നമ്മുടെ CPMന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഒക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണോ? അല്ല, അവരുടെ തന്നെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ അവിടെ വെച്ച് കാണുമ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വാർത്തയാവുകയാണത്. അപ്പോ ഈ വിഷയത്തിൽ നമ്മുടെ ശിവപ്രസാദ് ഫേസ്ബുക്കിൽ ഇട്ട ആ പോസ്റ്റ് നമുക്ക് നോക്കാം. രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിർത്തി തന്നെ പറയട്ടെ, കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവിന് വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന ഒറ്റ കാരണത്താൽ പൊതുവേദിയിൽ മുഖം നൽകാതെയും ഉയർത്തിയ വിഷയം ചർച്ച ചെയ്യാൻ സമയം നൽകാതെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിക്കുന്നത് മര്യാദകേടാണ്. മാധ്യമങ്ങളെ, ഇനി നമുക്ക് ധാർഷ്ട്യത്തെ പറ്റി ക്ലാസ് എടുക്കാമെന്നാണ് ശിവപ്രസാദ് പറഞ്ഞത്. ഇനി ഈ വിഷയത്തെ എങ്ങനെയാണ് ഈ AUVP പോലുള്ള സംഘടനകളൊക്കെ നോക്കിക്കാണുന്നത്? അവർ കളിയാക്കുകയാണ് KSUവിനെ. അവർ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കിനെ. മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ABVP ആണ്. അതായത് ഒരു സംഘപരിവാർ നേതാവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU വിമർശനം ഉന്നയിക്കുമ്പോൾ KSUവിനെയും തള്ളി അവിടെ മുഖ്യമന്ത്രി ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ അത് ആരുടെ വിജയമാണ്? സംഘപരിവാറിന്റെ വിജയമാണ്, AUVPയുടെ വിജയമാണ്. അവർ തീർച്ചയായും മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ തന്നെ പിന്തുണയ്ക്കും. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം സംഘപരിവാറിനെയും BJPയും ഒക്കെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറുകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നൊക്കെ നമുക്ക് പേരിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തി കൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഗുണമായി മാറുന്നത് BJPക്കും സംഘപരിവാറിനുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഹീറോ ആണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ അതുകൊണ്ട് അവർ വിമർശിക്കില്ല. ഇപ്പോ വേറൊരു കാര്യം കൂടി കാണുന്നുണ്ട്. വി.ഡി. സതീശൻ പക്ഷം ഈ KSUവിനകത്തുള്ള കുറെ മൂക്കൊട്ടൊലിപ്പം പിള്ളേരൊക്കെ രംഗത്തേക്ക് വന്ന് ഇപ്പൊ സതീശനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുകയാണ്. നാണമാകുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ്. നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ അടച്ചാക്ഷേപിച്ച് നാണം കെടുത്തുമ്പോ അയ്യോ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ പാടില്ല, നമ്മുടെ വീടിനകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന പല ആളുകളും ഒക്കെ ഈ കോൺഗ്രസിന്റെ വെട്ടുക്കിളികളും ഒക്കെ ഉന്നയിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതികരണം. എവിടെയാണ് KSUവിനെതിരെ വി.ഡി. സതീശൻ പ്രതികരണം നടത്തിയത്? പാർട്ടിക്കകത്താണോ? KSUവിനകത്താണോ? അല്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടെ സംസാരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥി സംഘടനയിലുള്ള നേതാക്കൾക്കും അവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, എല്ലാവരും വി.ഡി. സതീശനാണോ, നിങ്ങൾ വി.ഡി. സതീശനെ പോലെയാണോ എന്ന് ചോദിക്കും. അലോഷ്യസ് സേവ്യറൊക്കെ എന്തായാലും ആ വിഷയത്തിൽ ഗംഭീരമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇന്നിപ്പോ PM സുധീരൻ
അദ്ദേഹത്തെ പിന്തുണച്ചു വന്നിരിക്കുകയാണ്. KSU നിലപാട് പറയേണ്ടടുത്ത് നിലപാട് പറയണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. VD സതീശനെ പൂർണ്ണമായും തള്ളുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ മിക്ക നേതാക്കന്മാരും KC വേണുഗോപാൽ വന്നിരിക്കുന്നു, രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നു. അവരൊക്കെ ഈ കൊടി പിടിച്ചാണ് നേരത്തെ ഈ കൊടി പിടിച്ചാണ് ഈ പാർട്ടിയിലേക്ക് വന്നത്. ഇവരുടെയൊക്കെ ഒരു പാസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ കൊടി പിടിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനോടൊരു ചെറിയ കൂറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങനെ ആ വിദ്യാർത്ഥി സംഘടനയെ അടച്ചാക്ഷേപിക്കുന്നത് വലിയ ഒരു മര്യാദകേടാണെന്ന് അവർക്ക് ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ധാർഷ്ട്യം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാവ് VD സതീശനാകട്ടെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞു പോവുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി VD സതീശനെതിരെ തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: സർക്കാരിന് അത്തരത്തിലൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആ തെറ്റ് തിരുത്തണമെന്ന് പറയാനും പാടില്ല എന്നാണോ? അത്തരത്തിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുന്നതിന് പകരം ശ്രദ്ധ ക്ഷണിച്ചവരെ പരാതി പറഞ്ഞവർക്കെതിരെ മുഖം തിരിക്കുന്ന നിലപാട് ശരിയല്ല സർ. അത്തരത്തിൽ KSUക്കാർ പരാതി പറയുമ്പോൾ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരെടുത്ത് ഉദ്ധരിച്ച് ഗ്രൂപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ആരോപണമാണെന്നുള്ള ന്യായീകരണമല്ല ഉണ്ടാവേണ്ടത്. ആര് എന്ത് അവർക്കെന്ത് കാര്യം എന്നുള്ള ധിക്കാര സ്വരവും അല്ല ഉണ്ടാകേണ്ടത്. KSU പ്രവർത്തകർ ഉന്നയിച്ച ആശങ്ക അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം ഞങ്ങൾ കൂട്ടമായി കൈക്കൊള്ളും എന്ന് 2 വരി വാചകത്തിൽ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയത്തെ ചാനലുകൾക്ക് മുന്നിൽ സംഘടനയെ ഒന്നാകെ അപമാനിക്കുന്ന പരസ്യ പ്രസ്താവന നൽകി ഇത്രയേറെ വഷളാക്കിയത് ചിലരുടെ മാത്രം താൻ പോയ്മ കൊണ്ടും തനിക്ക് മുകളിൽ ആരുമില്ലെന്ന അഹങ്കാരവും കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾ KSUക്കാർക്ക് വിഷമമുണ്ടാകും സർ എന്നാണ് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അതായത് മാധ്യമങ്ങളിലൂടെയാണല്ലോ VD സതീശൻ അധിക്ഷേപിച്ചത്. ഇപ്പോഴും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പലർക്കും മുഖം കൊടുക്കാതെയൊക്കെ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൗശലമുണ്ട് കേട്ടോ VD സതീശന്റെ, അല്ലെങ്കിൽ VD സതീശൻ പക്ഷത്തിന്റെ. വിമർശനം ഉന്നയിക്കുന്നവരെയൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ വക്താക്കളാക്കി മാറ്റുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന എല്ലാവരും ഈ KC പക്ഷമാണ്, KC വേണുഗോപാൽ പക്ഷമാണ്. അങ്ങനെയാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ് ചില ആളുകളിൽ തെറ്റിദ്ധാരണ പടർത്തുകയാണ്. പിന്നെ ഈ സതീശൻ പക്ഷം കാണിക്കുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് കൂടുതൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഇപ്പോ KSUവിനെ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിച്ച് പ്രതിസന്ധിയിലാക്കിയില്ല. അങ്ങനെ ഒരു മറുചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ മറുചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അപ്പൊ പറയും ഇത് KCയുടെ ആളാണ്, ഇത് KC വേണുഗോപാലിന്റെ ആളാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരും. എന്തായാലും VD സതീശൻ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു രീതിയിലും ഈ പറയുന്ന നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊരു നാക്കുപിഴവാണെന്ന് പറയാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് ജനങ്ങൾ പറയുന്ന കാഴ്ച, മുഖ്യമന്ത്രിയുടെ പല രീതിയിലുള്ള ഇടപെടലുകൾ മൂലം നുണ മൂലം ജനം മൂക്കിൽ കൈവച്ചിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ സ്വന്തം വിദ്യാർത്ഥി സംഘടനയിലുള്ള ആളുകളും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ KSUവിൽ പൊട്ടിത്തെറി, കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് ഈ തിരികൊളുത്തിയത് മുഖ്യമന്ത്രിയാണ്. സത്യത്തിൽ ഈ പാർട്ടിയെ മുച്ചൂടും തകർത്തിട്ട് എങ്ങോട്ടേക്കാണ് VD സതീശന്റെ പോക്കെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന് വേണ്ടി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാക്കിയ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഈ VD സതീശന്റെ പ്രവർത്തികൾ അത് കോൺഗ്രസിന് ഗുണപരമല്ല എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇതൊക്കെ ഗുണം ചെയ്യുന്നത് BJPക്കാണെന്നും BJP മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്നും ഒക്കെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പരിഹാസ രൂപേണ പറയുന്നത്. അതിലൊക്കെ കഴമ്പുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം VD സതീശൻ എന്ന് പറയുന്ന വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ആ രീതിയിലുള്ള പല പ്രതികരണങ്ങളുമാണ്, ആ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഇത് ദേശീയ തലത്തിൽ പോലും ചർച്ചയായിരിക്കുന്നു. ഇപ്പൊ ഹൈക്കമാൻഡ് പോലും ഈ വിഷയത്തിൽ സതീശനെതിരെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്ത് ഹൈക്കമാൻഡ് അല്ലേ, ഹൈക്കമാൻഡിനെയൊക്കെ മുട്ടുകുത്തിച്ചല്ലേ ഉമ്മള് മുഖ്യമന്ത്രിയായ അല്ല മുഖ്യ. എന്തായാലും വരും ദിവസങ്ങളിൽ VD സതീശൻ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.